എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ഓണത്തിലേക്ക് സ്വാഗതം. ഒരു പ്രത്യേകതയുള്ളത്, ഇവർ അവരുടെ ഓർമ്മകൾ മാത്രമായി വിറയ്ക്കുകയല്ല ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച രണ്ട് പാട്ടുകാർക്കൊപ്പമാണ് ഈ ഓണക്കാലം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നത്. ഒന്ന് നമ്മളുടെ പ്രിയപ്പെട്ട അലോഷി, മറ്റൊന്ന് കേരളത്തിൻ്റെ പുതിയ വാനമ്പാടി നിത്യ. രണ്ടുപേരും നമുക്കൊപ്പമുണ്ട്. അവർക്കൊപ്പമാണ് നമ്മൾ ഇത്തവണ ഓണം ആഘോഷിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബ്രേക്കിംഗ് ഇല്ലാത്ത, എക്സ്ക്ലൂസീവുകളില്ലാത്ത, ഞെട്ടിപ്പിക്കലുകളില്ലാത്ത ഒരു ഓണ ആഘോഷത്തിലേക്ക് സ്വാഗതം. ക്യാബിനറ്റ് ഓണം. ആ രണ്ട് രംഗങ്ങളും പ്രാപഞ്ചിക ജീവിതത്തിന്റെ പ്രതിസ്പന്ദമാണ്. അപകടകരമല്ലാത്ത വിധം മറുപടി പറഞ്ഞു. തളരുക എന്നല്ലാതെ നമുക്കൊരു ഹരിവ് സിദ്ധാന്തം അറിയാം. പ്രയോഗത്തിന്റെ ആളാണ്. ഓണം എന്ന് പറയുമ്പോൾ സന്തോഷമാണോ വരിക, ദുഃഖമാണോ വരിക? സമ്മിശ്രമാണ് എന്ന് പറയാം. അറിയാത്ത ഒരുപാട് കഥയുണ്ട് എന്നെ പറ്റി പറയുന്നത് അതൊന്നുമല്ല. ഒറിജിനൽ ശർക്കര വരട്ടി, ഉപ്പേരി, പിന്നെ അത് ആർക്കും കഴിക്കാൻ പറ്റൂലേ. ഉണ്ടാക്കി തന്നെ നമ്മൾ റെഡി കാശ് 2.5 ലക്ഷം കോടി രൂപ കയ്യിലുള്ള ഒറ്റയാളുകൾ മെസ്സി ഇരിക്കുന്നുണ്ട്. അതെ അതെ, മെസ്സി വരും. യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലെ കസേരകളിയാണോ ബുദ്ധിമുട്ട്? കസരകൾ കാണുന്നതേ ഉള്ളൂ. കൂടുതൽ ട്രോളും ഏറ്റവും കൂടുതൽ തോന്നിവാസവും എഴുതിയിട്ടുള്ളത് എനിക്കെതിരായിട്ടാണ്. ഓർമ്മിപ്പിക്കല്ലേ. എല്ലാ ദിവസവും പൊളിവചനമാണ്. 1 മണിക്കൂറിനകം പൊളിഞ്ഞു പോകുന്ന പൊളിവചനങ്ങളുമാണ്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ഈ പ്രണയഗാനങ്ങൾ പാടുന്ന ഒരു നായികയുണ്ട്. ആ നായിക എന്റെ ജീവിതത്തിലെ നായികയായിപ്പോ. അടുത്ത കാലത്ത് ഈ സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ട് ശ്രീ ശിവൻകുട്ടി ഇരിക്കുന്നൊരു കാലം വളരെ ഗംഭീരമായിട്ട് അത് ആഘോഷിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പ്രേക്ഷകർക്കറിയാം, ഇപ്പോൾ മിനിസ്റ്റർ മന്ത്രി അപ്പൂപ്പനാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു മന്ത്രിയെയും പിള്ളേരങ്ങനെ വിളിച്ചിട്ടില്ല. മന്ത്രി അപ്പൂപ്പൻ എന്നാണ്. പിള്ളേർക്ക് ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ അവധി ദിവസങ്ങളിൽ ധരിച്ചോട്ടെ എന്നൊക്കെയുള്ള വളരെ ഉദാരമായ സമീപനമൊക്കെ കൊണ്ട് പിള്ളേർ കൈയടിച്ച മന്ത്രി അപ്പൂപ്പൻ നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പൻ്റെ വിശേഷങ്ങൾ കൂടി അന്നത്തെ ഒരു കാലം ഉണ്ടല്ലോ, പിള്ളേരോണത്തിൻ്റെ കാലം, അത് മിനിസ്റ്റർ പറയും. മിനിസ്റ്റർ, മന്ത്രി അപ്പൂപ്പനാണ് കേരളത്തിലെ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ പിള്ളേർ കൈയടിച്ചു മിനിസ്റ്ററുടെ ചില പ്രഖ്യാപനങ്ങളൊക്കെ കേട്ട്. അപ്പോൾ ഈ ഓണം വരുമ്പോൾ അന്നത്തെ ഒരു കാലം ഉണ്ടല്ലോ, മിനിസ്റ്ററുടെ ഒരു കുട്ടിക്കാലവും തിരുവനന്തപുരത്തിൻ്റെ ഒരു യൗവനകാലവും ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് മിനിസ്റ്റർ ഓർമ്മിക്കുന്നത്? ഞാൻ നോക്കിയിരുത്തില്ല, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ അന്ന് ഓണസദ്യ ഉണ്ടാവും. പിന്നെ അച്ഛനും അമ്മയും പുതിയ വസ്ത്രങ്ങൾ എടുത്തു തരും. അയൽവക്കത്ത് കളിക്കാൻ വേണ്ടി പോകും. 2-3 ദിവസം സ്വാതന്ത്ര്യം ഉണ്ടാവും വീട്ടിൽ. പിന്നെ ഞങ്ങളെപ്പോലുള്ളവരുടെ വീടുകളിലൊക്കെ ഈ ഒരുപാട് കറികളും സദ്യയും അത്തരം കാര്യങ്ങളൊക്കെ ഓണത്തിന് മാത്രമായിരിക്കും. ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പം ഈ ചാനലുകൾ അതുപോലുള്ള സോഷ്യൽ മീഡിയ അവരാണ് ഓണം ആഘോഷിക്കുന്നത്. അവരെ ആഘോഷിപ്പിക്കുകയാണ് ഒരർത്ഥത്തിൽ. അതെ. പക്ഷേ ടെലിവിഷൻ്റെ മുമ്പിലും മൊബൈൽ ഫോണിൻ്റെ മുമ്പിലും പിള്ളേർ പെട്ടുപോകുന്നതായിട്ട് മിനിസ്റ്റർക്ക് തോന്നാറില്ലേ? അത് തോന്നാറുണ്ട്. അതിന് എതിരായും അതിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചരണമൊക്കെ തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. ഇടയ്ക്ക് സുംബ കൊണ്ടുവന്ന് ആൾക്കാരെ സാമ്പയാക്കി മാറ്റി ഒരു കാലത്ത് അല്ലേ, സുംബ ഡാൻസൊക്കെ കൊണ്ടുവന്ന കുട്ടികൾ നല്ലൊരു കാര്യമായിരുന്നു. നമ്മളൊക്കെ കൈയടിച്ചൊരു കാര്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മിനിസ്റ്റർ എന്ന ഇപ്പം മേയർ എന്ന നിലയിലുണ്ടായിരുന്നു, അതേപോലെ പല വകുപ്പുകളും മിനിസ്റ്റർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ട്, അതായത് തലവേദനയാണ് എന്ന് തോന്നി അങ്ങനെ ഏതെങ്കിലും വകുപ്പുണ്ടോ? എല്ലാ വകുപ്പിനും അതിൻ്റെതായ തലവേദനയുണ്ട്. ഇപ്പോൾ എനിക്ക് വിദ്യാഭ്യാസത്തിന് അതിൻ്റെതായ തലവേദനയുണ്ട്. MP രാജേഷിന് അതിൻ്റെതായ തലവേദനയുണ്ട്. തദ്ദേശ സ്വയംഭരണത്തിന്, പിന്നെ വനംവകുപ്പ് മന്ത്രിക്ക് അതിൻ്റെതായ തലവേദന, കൃഷിമന്ത്രി, എല്ലാ വകുപ്പിനും അതിൻ്റെതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും. ഈ മിനിസ്റ്റർക്ക് അങ്ങനെ തോന്നാറുണ്ടോ? രാജേഷ് മിനിസ്റ്റർക്ക് ഇതൊരു, ഇപ്പം മിനിസ്റ്റർ പറഞ്ഞ പോലെ തദ്ദേശ വകുപ്പിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ പോലും ഈ പ്ലാസ്റ്റിക് പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നിലപാടെടുത്തിരുന്നു മിനിസ്റ്റർ. വിമർശനങ്ങൾ വരുന്ന സമയത്ത് മിനിസ്റ്റർക്ക് എങ്ങനെ തോന്നുന്നത്? പൊതുവെ ഇപ്പോൾ വിമർശനങ്ങളല്ല, സത്യത്തിൽ വിമർശനങ്ങൾക്ക് നമുക്ക് മറുപടി പറയാം. ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ, അത് സാമൂഹിക മാധ്യമങ്ങളിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളിൽ പോലും അതാണ് കാണുന്നത്. ഇപ്പം മുമ്പൊക്കെ അതിൽ ഒരു വിഷമം തോന്നുമായിരുന്നു. ഇപ്പം അത് ബാധിക്കാറില്ല. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, പലതും അല്പായുസാണല്ലോ. ഈ പണ്ട് നമ്മൾ മാവേലിയെ കുറിച്ച് പറയുമ്പം പൊളിവചനം ഇല്ല എന്നുള്ളതാണല്ലോ അക്കാലത്തിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ പൊളിവചനമേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോ എല്ലാ ദിവസവും പൊളിവചനമാണ്. 1 മണിക്കൂറിനകം പൊളിഞ്ഞു പോകുന്ന പൊളിവചനങ്ങളുമാണ്. അങ്ങനെ പറയാം. അതെ, അങ്ങനെ കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഇടയ്ക്ക് മാധ്യമപ്രവർത്തകർ അടുത്ത കാലത്തായിട്ട് ശിവൻകുട്ടി മിനിസ്റ്റർക്ക് വലിയ ഹ്യൂമർ സെൻസ് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ട്രോളുകളാണ് എല്ലാവരും, പക്ഷെ കൃത്യമായ സ്ഥലത്ത് മിനിസ്റ്റർ കൊണ്ടടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്രോളും ഏറ്റവും കൂടുതൽ തോന്നിവാസവും എഴുതിയിട്ടുള്ളത് എനിക്കെതിരായിട്ടാണ്.
എഴുതിയവർ എഴുതി തളരുക എന്നല്ലാതെ നമുക്കൊരു അരിവ് ഞാനൊരു കാര്യം മിനിസ്റ്റർ വർഷമില്ലെങ്കിൽ ഓപ്പണായി ചോദിച്ചോട്ടെ. കാര്യം മിനിസ്റ്റർ വളരെ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണല്ലോ. അന്ന് നിയമസഭയിൽ നടന്ന ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ വിഷ്വലൊക്കെ എടുത്ത് ആൾക്കാർ ട്രോളെന്ന് കാണുമ്പോൾ വിഷമം വരാറുണ്ടോ? എനിക്കതിനൊരു വിഷമമില്ല. ഞാൻ എൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ തീരുമാനിച്ചു അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ടുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചു. അത്രേ ഉള്ളൂ. അത് നീ സ്വീകരിക്കും. അതിന്റെ പേരിൽ എനിക്ക് ജനപിന്തുണയൊന്നും കുറഞ്ഞിട്ടില്ല. അതിനുശേഷം എനിക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. ശരിയാ. ഇതിനിടയിൽ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോൾ അതിന് വളരെ കൂളായിട്ട് എങ്ങനെ സമീപിക്കുന്നത്? നമ്മുടെ ആരോഗ്യത്തെ ചൂണ്ടിക്കാണിച്ചുള്ള തമാശകളുണ്ട്. അതെ, അത് നമുക്ക് വളരെ വിഷമകരമായി വിഷമം വരും. വന്ന് നമുക്ക് ടെലിവിഷനിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നതിന് വേണ്ടി ഓരോരുത്തരുടെ ആരോഗ്യം പോലും എടുത്ത് വിമർശിക്കുന്ന രീതിയിലത്തേക്ക് നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം വളർന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അത് ശരിയാണ്. അത് നമ്മളൊരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ആരോഗ്യകരമായ വിമർശനം വ്യക്തികളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിമർശനം ആവരുതല്ലോ. അത് പ്രധാനപ്പെട്ട കാര്യം. മിനിസ്റ്റർ, അപ്പോൾ നമുക്ക് ഈ ഓണത്തിൻ്റെ സെലിബ്രേഷനിൽ ഈ റേഡിയോ ഒക്കെ കേട്ടൊരു കാലം ഓർമ്മയുണ്ടാവുമല്ലോ. റേഡിയോ നാടകമാണെങ്കിലും റേഡിയോ പാട്ടൊക്കെ ആണെങ്കിലും ഒരു കാലം, ടി വി ഒക്കെ വരുന്നതിന് മുമ്പ് നാടകഗാനങ്ങൾ ഇഷ്ടമാണ്. സാംബശിവന്റെ കഥാപ്രസംഗം ഇഷ്ടമാണ്. പിന്നെ അതെ സിനിമ കാണാറുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ കുളിർമഴ പെയ്യിക്കുന്നൊരു നാടകഗാനം ഞങ്ങൾ പാടട്ടെ. നമ്മുടെ അലോഷിയുണ്ട്, നമ്മുടെ നിത്യമാമനും ഉണ്ട്. അപ്പോൾ നമുക്കൊരു നാടകഗാനമാണെങ്കിലോ മിനിസ്റ്ററുടെ ചോയ്സിൽ? ആയിക്കോട്ടെ. വെള്ളാരം കുന്തലെ ആണെങ്കിലോ? തീർച്ചയായിട്ടും. മിനിസ്റ്റർ വെള്ളാരം കുന്തലെ കേട്ടിട്ടുണ്ടാവുമല്ലോ, KPSC. പ്രസാദ് ഇതിന്റെ ആശാനാണ്. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. കതിരണിപ്പാടത്ത് വെയിൽ മുത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. വരിനെല്ലിൻ ചുണ്ടിലെ കിരുകിരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ. വരിനെല്ലിൻ ചുണ്ടിലെ കിരുകിരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. പുല്ലാങ്കുഴലുതും കാറ്റേവാ. ഈ ഓണം എന്ന് പറയുമ്പോഴേ കലാപരിപാടി, കായിക പരിപാടി, ഭക്ഷണ പരിപാടി, പിന്നെ അങ്ങനെ ഒരുപാട് കഥാപരിപാടികളൊക്കെ ഉണ്ടാവില്ല. ഇതിൽ ഏത് പരിപാടിയാണ് മിനിസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓണത്തിന്റെ കാര്യത്തിൽ? ഓണാട്ടുകരയാണ്. നൂറിനാണെന്ന് മാത്രം പറഞ്ഞാൽ പോലെ. അതെ, ഓണാട്ടുകര എന്നാണ് പറയുന്നത്. നാട്ടിലൊരു ഓണത്തിന്റെ പേരിലൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഓണാട്ടുകരയാണ്. അങ്ങനെ ഈ മഹാബലിയുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ ഓണാട്ടുകരയുടെ കാര്യം പറയുന്നതിന്. ഓണാട്ടുകരയിലെ ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കളികളാണ്. നാട്ടുംപുറങ്ങളിലെ ഓരോ വീടിന്റെ മുറ്റങ്ങളിൽ ആ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും കൂടി ഒന്നിച്ചു വന്നിരുന്നിട്ട് അത് കൈകൊട്ടി കളികളാവാം, തിരുവാതിരയാവാം, പൂവിടലാവാം, തുമ്പിതുള്ളലാവാം, ഇങ്ങനെ തൂപ്പുകളി, ഇങ്ങനെ പ്രാദേശികമായ ഒരുപാട് കളികളുണ്ട്. ഓണക്കളിയിലെ കസേരകളിയാണോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലെ കസേരകളിയാണോ ബുദ്ധിമുട്ട്? രാഷ്ട്രീയത്തിൽ നിങ്ങൾ കസേരകളിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഞങ്ങൾ കസേരകൾ കാണുന്നതേ ഉള്ളൂ. ഞങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാന കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കളികൾ കാണുന്ന കളികളില്ല. എല്ലാവരെയും ഓരോരുത്തരെയും അവർ നിശ്ചയിക്കുകയാണല്ലോ. അല്ലാതെ അതിനുവേണ്ടി പ്രത്യേക സമ്മർദ്ദങ്ങൾ, അത്തരം കാര്യങ്ങൾ, അതിനങ്ങോട്ട് നീങ്ങുന്നു, വേറെ ആളോട്ട് പറയുന്നു, അങ്ങനത്തെ പരിപാടി ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറമേ നിന്നത് കാണുന്നത് മാത്രമേ ഉള്ളൂ മറ്റുള്ള ഇടങ്ങളിലാണ്. ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് മിനിസ്റ്റർ? എൻ്റെയൊക്കെ ബാല്യ കൗമാര കാലങ്ങളിലെ ഈ ഓണക്കളികളും ഈ രീതിയിലെല്ലാം മാറിക്കഴിഞ്ഞു. വിശാലമായ മുറ്റങ്ങളുള്ള വീടുകൾ മാറി, വസ്തുക്കളെല്ലാം വീതം വെച്ചൊക്കെ പോകുന്നൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെല്ലാം മാറ്റം വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടുമുറ്റങ്ങളിലെ കളികളെല്ലാം ഏതാണ്ട് നിന്നു. ക്ലബ്ബുകളും മറ്റുമായിട്ട് അതിനെ അങ്ങ് മാറുന്ന തരത്തിലേക്ക് എത്തി. ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ആ തരത്തിലൊരു വലിയ ചേഞ്ച് അങ്ങനെയുണ്ട്. ശിവചേട്ടൻ പറഞ്ഞൊരു കാര്യം വളരെ ശരിയായിരുന്നു. ഈ ഓണസദ്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊതിയോടെ ഞങ്ങളെ കാത്തിരിക്കുന്നത്. കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു സദ്യ
അതേപോലെ നമുക്ക് പിന്നെ കിട്ടുന്നത് ഓണത്തിന് മാത്രമാണ്. ഇപ്പം മിക്കവാറും എല്ലാ ഹോട്ടലിലും സദ്യയാണ് നിൽക്കുന്ന തരത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം സദ്യ ഒരു അങ്ങനെ ഒരു പ്രത്യേകമായ താല്പര്യമുള്ളതെന്നല്ല മാറിയിട്ടുണ്ട്. ഈ ഇല്ലായ്മയുടെ ഒരു നാട്ടിലാണ് ഓണം കുറച്ചുകൂടി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ കർക്കിടകം വരുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇതാണ്. പഞ്ഞക്കർക്കിടകം ശരിക്കും അനുഭവിച്ചത് ഞങ്ങളെ. അത് കഴിഞ്ഞ് ചിങ്ങമാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിന് മനസ്സിൽ തന്നെ ഒരു ഇതുണ്ട്, ഓ കഷ്ടപ്പാട് മാറി. അപ്പോൾ അങ്ങനെ മാറി വരുന്ന അവസരത്തിലാണ് ഈ പറയുന്ന വിഭവസമൃദ്ധമായൊരു സദ്യ, പിന്നെ പുതിയ വസ്ത്രങ്ങൾ കിട്ടുന്നു. പ്രസാദം അത്ര ദാരിദ്ര്യം ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും നമുക്കൊക്കെ അത് നല്ലവണ്ണം ഈ കർക്കിടകത്തിന്റെ ബുദ്ധിമുട്ട് ശരിക്കും ഞങ്ങൾ അനുഭവിച്ച നമുക്ക് ഇല്ല, പ്രദേശം മാത്രമല്ല നമുക്കൊരു നമ്മൾ സദ്യക്കൊന്നും വിളമ്പുന്നത് മുഴുവൻ കഴിക്കാതിരിക്കാൻ നോക്കില്ല. 1 മണി ചോറ് താഴെ പോയാൽ അതെടുത്ത് കഴിക്കുമായിരുന്നു വീടുകൾക്കാണെങ്കിൽ. ഒരാടെ ഇലയിൽ നിന്ന് അല്പം പോലും ഭക്ഷണം പുറത്തു പോയില്ല. വിളമ്പുന്നവർക്കും അറിയാം ഇയാൾ അത്ര കഴിക്കും, അങ്ങനെ വിളമ്പുള്ളൂ. ഇപ്പൊ അങ്ങനല്ല, ചുമ്മാ ഇന്നസെന്റ് വിളമ്പിയ പോലെ വിളമ്പരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? ഇപ്പൊ ചിലർ വിളമ്പുന്നത് കണ്ടാൽ അങ്ങനെയും തോന്നും അല്ലേ? അപ്പം മിനിസ്റ്ററെ, ഈ 5 വർഷമാവുന്നു. അപ്പോൾ ഈ ഇത്രയും കാലത്തിനിടയിൽ ജീവിതത്തിൽ വാമനന്മാരെ പ്രത്യേകിച്ച് ഭരണത്തിന്റെ സർക്കിളുകളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും നമ്മളെ ചവിട്ടിത്താഴ്ത്താനില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വലിയ വാമനനെ ഇപ്പം ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. രാഷ്ട്രീയത്തിലല്ലേ പോലും അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഞങ്ങൾ ഇന്നും ആലോചിച്ചിട്ടിരിക്കുകയാണ്. 2601 കോടി രൂപയാണ് നെല്ലിൻ്റെ പൈസ മാത്രം കിട്ടാനുള്ളത്. നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ വട്ടം ശ്രമിക്കുമ്പോഴും അങ്ങനെ താഴാത്ത മഹാബലിയാണ് ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. തല ഉയർത്തി പിടിച്ചല്ലേ വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ പാട്ടിലേക്ക് എത്തിയാൽ, പണ്ട് കാലത്തെ പാട്ട്, നാടകം, മിനിസ്റ്റർക്ക് നാടകഗാനങ്ങളായിരുന്നു കൂടുതൽ താല്പര്യം. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും ഞാൻ നേരെ മുമ്പിൽ നോക്കിയിരിക്കുന്നത് നിത്യല്ലേ, ആ വാതുക്കല് വെള്ളരിപ്രാവ്, അത് കേട്ട് തുടങ്ങാം. ക്ലാസിക് ആയിട്ടുള്ള പാട്ട്. അതെ അതെ അതെ. നിത്യ, നമുക്ക് മിനിസ്റ്റർക്ക് വേണ്ടി, നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി. വാതുക്കല് വെള്ളരിപ്രാവ് വാക്കുകൊണ്ട് മുട്ടണ കേട്ട്, വാതുക്കല് വെള്ളരിപ്രാവ് വാക്കുകൊണ്ട് മുട്ടണ കേട്ട്, തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ, നീയാം കടല്. വാതുക്കല് വെള്ളരിപ്രാവ് വാക്കുകൊണ്ട് മുട്ടണ കേട്ട്. കാറ്റുപോലെ വട്ടം വെച്ച് കണ്ണിടയിൽ മുത്തം വെച്ച്, ശ്വാസമാകെ തീ നിറച്ച് നീ എന്ന റുഹ്, ഞാവൽ പഴക്കന്നിമയ്ക്കും നീ മൈലാഞ്ചിക്കാട്, അത്തറിൻ്റെ കുപ്പി തുറന്നേ മുല്ലബസാറ്, ദിക്കറുമൂളണ തത്തകളുണ്ട്, മുത്തുകളായവ ചൊല്ലണതെന്ത്, ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട്, പ്രേമത്തിൻ തുണ്ട് പ്രിയനേ, പ്രേമത്തിൻ തുണ്ട്. കുറേ ചിരിച്ചു, കുറേ അറിഞ്ഞു. പക്ഷേ ഇനിയും അറിയാൻ ചിലത് കിടക്കുന്നു, ഇനിയും പറയാൻ ചിലത് ബാക്കിയാവുന്നു. അപ്പോൾ നമ്മൾ ഒരു സന്തോഷ വാർത്ത, നമ്മൾ അടുത്ത കാലത്ത് വലിയ വിവാദങ്ങൾക്കിടയിൽ അറിയാതെ പോയത് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായ വിഷയമാണ്. അതിനകത്ത് പേഴ്സണലി എൻ്റെ അടുത്ത് വിളിച്ച് വിഷമം പറഞ്ഞ ഒരാളാണ് നമ്മുടെ മിനിസ്റ്റർ. എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു നേട്ടമാണ്. അപ്പോൾ വാതിൽക്കൽപ്പടിയിൽ സേവനമെത്തി, വേസ്റ്റ് നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. ഇപ്പോൾ നമ്മൾ പുതിയൊരു നേട്ടത്തിലേക്ക് കൂടിയത്. അപ്പോൾ കുറേയധികം നേട്ടങ്ങൾ ഈ കഴിഞ്ഞ കുറേ കാലയളവിനുള്ളിൽ വിവിധ വകുപ്പുകൾ സ്വന്തമാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് തദ്ദേശ വകുപ്പ്. അപ്പം ഈ ഓണമെന്ന് പറഞ്ഞാൽ പാലക്കാടാണെങ്കിലും എവിടെയാണെങ്കിലും ഓണത്തിന് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടാവുമല്ലോ. പക്ഷേ എങ്കിലും ഒരുമയിൽ നിൽക്കുന്നൊരു സ്വഭാവം കൂടിയുണ്ട്. അപ്പോൾ ഈ ഓണം ഒരു സ്പെഷ്യൽ ഓണമാണോ മിനിസ്റ്റർക്ക്? എല്ലാ ഓണവും സന്തോഷമുള്ള ഓണമാണ്. എല്ലാ ഓണത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിക്കാലത്ത് നമ്മൾ എന്നും വീട്ടിൽ തന്നെയാണല്ലോ, എപ്പോഴും വീട്ടിലാണ്. പക്ഷേ ഈ മുതിർന്നാൽ
പ്രത്യേകിച്ച് പൊതുപ്രവർത്തനവും തിരക്കൊക്കെ ആകുമ്പോൾ വീട്ടിലെല്ലാവരും കൂടി ഉണ്ടാകുന്ന സമയം വളരെ അത്യപൂർവമാണ്. അപ്പം അതിൽ എല്ലാവരും വീട്ടിലെത്തുന്ന ഒരു അവസരമാണ് ഓണം എന്നത്. അപ്പോൾ തിരുവോണമാണെങ്കിൽ എനിക്ക് അമ്മയുടെ പിറന്നാളാണ്. ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഉള്ളത്. ബാക്കി ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞ പോലെ അന്നത്തെ ഓണം ഇന്നത്തെ ഓണം തമ്മിലുള്ള പിന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അന്ന് നാട്ടുകാർ മാത്രമേ ഓണം ആഘോഷിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ചാനലുകൾ ഓണമാഘോഷം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളോടൊപ്പം ഈ ഓണം എന്നല്ലേ ഓരോരുത്തരും പറയുന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഈ ഓണം കുടുംബശ്രീയോടൊപ്പം എന്നാണ്. അതെന്താണോ? കുടുംബശ്രീ 5000 ഗിഫ്റ്റ് ഹാമ്പറുകൾ 50,000 കിറ്റുകൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. 25,000 ഏക്കറിൽ കുടുംബശ്രീ കൃഷി ചെയ്തു. ആ പച്ചക്കറി ഈ കിറ്റുകളിലായിട്ട് പച്ചക്കറിയും കുടുംബശ്രീ സംരംഭങ്ങളിൽ ഉണ്ടാക്കിയ ഓണവിഭവങ്ങളും കിറ്റാക്കിയിട്ട് എത്തിക്കുകയാണ്. വലിയ 5000 ഗിഫ്റ്റ് ഹാമ്പർ ദിവസങ്ങൾ കൊണ്ട് വിറ്റ് തീർന്നു. ഓൺലൈനിൽ ലഭ്യമാണ്. പോക്കറ്റ് മാർട്ട് എന്ന് പറയുന്ന ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ ലഭ്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ മിനിസ്റ്റർ അതേ ചോദ്യമാണ്. ഈ വകുപ്പ് ഏറ്റെടുക്കുന്ന സമയത്ത് ഇപ്പം അതിലേറ്റവും ഒരുപക്ഷെ വെല്ലുവിളി നിറഞ്ഞൊരു വകുപ്പ് തദ്ദേശ വകുപ്പിനേക്കാൾ എക്സൈസ് വകുപ്പാണ്. ഓണം എന്ന് പറയുമ്പോൾ സന്തോഷമാണോ വരിക, ദുഃഖമാണോ വരിക? സമ്മിശ്രമാണ് എന്ന് പറയാം. സമ്മിശ്രമാണ്. വിറ്റഴിച്ചാൽ സന്തോഷം ഉണ്ടാവുമെന്നാണോ, വിറ്റഴിച്ചില്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുമെന്നാണോ? ഞാനൊരു കുഴയ്ക്കുന്ന ചോദ്യം മിനിസ്റ്റർ. അപ്പോൾ ചോദ്യം ഞാൻ ചോദിക്കും. വരുമാനം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണല്ലോ. വരുമാനം ഉണ്ടാവുന്ന ഒരു സമയമല്ലേ? ബെവ്കോയ്ക്ക് നല്ല വരുമാനം ഉണ്ടാവുന്ന ഒരു സമയമാണ്. കൂടുതൽ ജോലി ഭാരമുള്ളത് തദ്ദേശ വകുപ്പിലാണ്, എക്സൈസിലല്ല ജോലി ഭാരം കൂടുതലുള്ളത്. പക്ഷെ ഭയക്കുന്നത് എക്സൈസ് വകുപ്പിനെയാണോ? അങ്ങനെ ഭയമുണ്ടോ? അതെ, ആശങ്കപ്പെടേണ്ടത് എക്സൈസ് വകുപ്പിന്റെ കാര്യത്തിൽ. സെൻസിറ്റീവാണ്. ഈ ഒരു വാമനന്റെ കാര്യം ഞാൻ ചോദിച്ചു. അങ്ങനെ ഈ ഇത്രയും വർഷത്തെ ഭരണത്തിനിടയിൽ ഒരു വാമനനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ, അതോ കണ്ടുമുട്ടുന്നതിൽ കൂടുതൽ ആളുകൾ വാമനന്മാരുണ്ടെന്നാണോ കരുതുന്നത്? വാമനന്മാരുടെ എണ്ണം വളരെ അധികരിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊരു വാമനനെ ഉള്ളെങ്കിൽ ഇപ്പോൾ ഒരു വാമനന്മാർ. അതെ അതെ, അധോമുഖ വാമനൻ എന്ന് പറയില്ലേ, അത് അങ്ങനെയുള്ള എണ്ണം കൂടിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു ഓണസദ്യ ഒരുക്കാൻ മിനിസ്റ്റർ അടുത്ത് പറഞ്ഞാൽ മിനിസ്റ്റർ കംഫർട്ടബിൾ ആയിട്ട് ഒരുക്കുന്ന ഒരു ഓണവിഭവം ഏതായിരിക്കും? എനിക്ക് സദ്യ ഉണ്ണാനല്ലാതെ ഒരുക്കാൻ അറിയില്ല. മിനിസ്റ്റർക്ക് അറിയോ? ശിവൻകുട്ടി മിനിസ്റ്റർക്ക് ഏതെങ്കിലും ഒരു ഐറ്റം, ശർക്കര വരട്ടി, ഉപ്പേരി, അങ്ങനെയെങ്കിലും? പിന്നെ അത് ആർക്കും കഴിക്കാൻ പറ്റൂലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണോ ശർക്കര വരട്ടി? ശർക്കര വരട്ടി, അതെ. ഓക്കെ. അപ്പോൾ ഇതിലിരിക്കുന്ന എനിക്ക് ബിന്ദു മിനിസ്റ്റർ ഒഴിച്ച് ബാക്കി ആർക്കും ഇപ്പോൾ ഓണവിഭവം ഒന്ന് പാചകം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. തിരക്കിട്ട രാഷ്ട്രീയ പ്രവർത്തനം. പാട്ടിൻ്റെ കാര്യം പറഞ്ഞു പോയി നമ്മൾ. പാട്ട് അലോഷിയുള്ള സ്ഥിതിക്ക്, അലോഷിൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയാണ്. അപ്പോൾ അലോഷി ഉള്ള സ്ഥിതിക്ക് ഒരു നാടകഗാനം തന്നെ ആയിക്കോട്ടെ. നമുക്ക് പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകൾ, ആ പാട്ടറിയില്ലേ? പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. കിലുകിലുങ്ങനെ രാക്കിളികൾ വളകിലുക്കിയ കാലം, കിലുകിലുങ്ങനെ രാക്കിളികൾ വളകിലുക്കിയ കാലം. കുനുകുനുന്നനെ കാട്ടുപൂക്കൾ, കുനുകുനുന്നനെ കാട്ടുപൂക്കൾ തിരികൊളുത്തിയ കാലം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. മിനിസ്റ്റർ നിയമമന്ത്രിയും കൂടിയാണല്ലോ. ഈ വാമനനും മഹാബലിയും തമ്മിലുള്ളൊരു നിയമയുദ്ധം ഉണ്ടായാൽ മിനിസ്റ്റർ ഏത് ഭാഗത്ത് നിൽക്കും? സമത്വത്തിന്റെ ഒപ്പല്ലേ നമ്മൾ എല്ലാവരും നിൽക്കുകയുള്ളൂ, സംശയമില്ലല്ലോ. സംശയമില്ല, നമ്മൾ കക്ഷി ചേരും. നമ്മള് കക്ഷി ചേരും വേണമെങ്കിൽ അല്ലേ? പിന്നെ ഇവര് പറഞ്ഞല്ലേ, ഞാൻ ഈ കായ ഉറക്കാൻ എനിക്ക് അറിയാം. ആണോ? അതെല്ലാം മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളെ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിയും. എന്ത് പൊടി? എന്ത് പൊടി? മഞ്ഞപ്പൊടിയിൽ മഞ്ഞപ്പൊടി കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ ടീച്ചറെ? ശർക്കര വരട്ടി അത്രയും പേടി. മിനിസ്റ്റർക്ക് അതിന്റെ സിദ്ധാന്തം അറിയാം. ടീച്ചറായിട്ട് ഇന്ന് മത്സരിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് എന്നേക്കാൾ വേഗത്തിൽ ക്ലാസിക് കൗണ്ടർ ആട്ടോ.
സാധാരണ ഇതിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ശിവൻകുട്ടി ഈ പഞ്ച് ഡയലോഗ് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് തകർത്തോണ്ടിരിക്കുകയാണ്. ടീച്ചർ അതിനെ കടത്തി വെട്ടി. യഥാർത്ഥത്തിൽ ടീച്ചറായിട്ട് മത്സരം വെച്ചാൽ ടീച്ചറേക്കാൾ 10 മിനിറ്റ് മുമ്പ് ഞാൻ കായ പുറത്ത് തരും. അതെങ്ങനെ അതെങ്ങനെ പറഞ്ഞു? ടീച്ചർ അത് അരിയുമ്പോഴൊക്കെ വേഗം ഞാൻ അരിയും. പിന്നെ നല്ല അരി വർക്ക് ചെയ്യാൻ പറ്റും. അരി ചോറുണ്ടാക്കാൻ അരി വറുത്തെടുത്ത് ചോറായില്ല ടീച്ചറെ, വെള്ളത്തിലിട്ട് വെറുതെ വാർത്താ മതി. അല്ല അരി വെള്ളത്തിലിടണം. ടീച്ചർ ഈ വൈജ്ഞാനിക മേഖലയിലായത് അപ്പൊ ഈ രാഷ്ട്രീയത്തിന്റെ ഈ തിരക്കിലേക്കൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു ഓണം ഓർമ്മയുണ്ടോ മിനിസ്റ്റർക്ക്? നമ്മൾ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലം മുതൽ അലച്ചിലാണല്ലോ. അവന് വീട്ടിലേക്ക് വരുന്ന സമയം ഈ മാവേലി വരുന്ന പോലെയാണ് നമ്മളൊക്കെ വീട്ടിലേക്ക് ഓണത്തിനാണ് ചെല്ലുക. അപ്പൊ ഓണത്തിന് ശിവകുട്ടി മിനിസ്റ്റർ മൈക്ക് കയ്യിലെടുത്തിട്ടുണ്ട്, ഒരു കൗണ്ടർ വരുന്നു. പുള്ളി നമ്മുടെ ലീഡറായിരുന്നല്ലോ, അതുകൊണ്ട് അറിയാം. അപ്പൊ ഓണത്തിന് പിന്നെ ഞങ്ങള് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുടെ ഒരു യാത്രയുണ്ടാവും. ഈ ഭക്ഷണം കഴിക്കാൻ 1 ഓണം 2 ഓണം 3 ഓണമൊക്കെ പല വീടുകളിലായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. ഓണം എല്ലാവരും ഒത്തുചേരുന്ന സന്ദർഭമാണ്. അതെ, അങ്ങനെയുണ്ടോ ഡിവൈഎഫ്ഐയുടെ അങ്ങനെ പരിപാടി? ഞാൻ സെക്രട്ടറി ഉണ്ടായിരുന്നു. അതായത് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറുടെ വീട്ടിൽ വെച്ചിട്ട് മുഴുവൻ 10-40ഓളം വരുന്ന ജില്ലാ കമ്മിറ്റി മെമ്പർമാർ ആ വീട്ടിൽ വരിക. അത് ഞാൻ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നവരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാലമുണ്ട്, ഒരു ഗംഭീരമായ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാലമുണ്ട് എന്നുള്ള പുതിയ ലുലു ഓണം അല്ല, പുതിയ കാലത്തെ തലമുറ. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ച് മടങ്ങുമ്പോൾ ഈ പൂക്കളൊക്കെ പറിച്ചിട്ട് വരും. ഇട്ടാമുക്കി ചെറിയ ചെറിയ പൂക്കൾ, അതൊന്നും ഇപ്പൊ കാണാനില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിളവെടുപ്പ് എൻ്റെ മണ്ഡലത്തിൽ, അപ്പൊ അതില് പോയി പണ്ട് ഈ വയലറ്റ് നിറത്തിൽ മാത്രം കണ്ടിരുന്ന, അപ്പൊ അത് പല വർണ്ണങ്ങളിലാണ്. വാടാമല്ലി നേരത്തെ വയലറ്റ് മാത്രമായിരുന്നു, ഇപ്പോ വെള്ള വന്നു, ചുവപ്പ് വന്നു, മഞ്ഞ വന്നു, ഓറഞ്ച് വന്നു, പല നിറങ്ങൾ. പണ്ടത്തെ പോലെ പറിച്ചൊന്നും വരില്ല. നമ്മൾ ഈ സ്കൂളിലാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോ ഇതിങ്ങനെ പറിച്ചിട്ടാണ് തിരിച്ചു വരാം. ഓരോ തുമ്പപ്പൂ, പിന്നെ ഈ ഓണത്തിന്റെ അന്നാണ് തുമ്പപ്പൂ, തുമ്പക്കുടം എന്ന് പറയാം. അതാ പരീക്ഷ കഴിഞ്ഞിട്ട് മഷിക്കൂടയും ഈ തുമ്പക്കുടം. കണ്ടോണ്ടിരിക്കുന്ന പിള്ളേർക്ക് എന്താണെന്ന് മനസ്സിലാവും. അത് വിദ്യാഭ്യാസ മന്ത്രി മഷി കുടയാൻ പറഞ്ഞു എന്ന് പറയും. കുടയാൻ പാടില്ല എന്നുള്ളൊരു സർക്കുലർ എടുത്ത്. അപ്പൊ അതിൽ ഈ അവസാനം ദിവസം നമ്മൾ തുമ്പക്കൊടാണ്, പൂവല്ല. ഈ തൃക്കാക്കര പൊൻവച്ച് ഇതിലാണല്ലോ. അതിൽ തൃക്കാക്കര അമ്പലത്തിൽ വാമന പ്രതിഷ്ഠയാണ്, അറിയാലോ. അമ്പലത്തിൽ വാമന പ്രതിഷ്ഠയാണുണ്ട്. തൃക്കാക്കരയിലാണ് ഇപ്പോ നമ്മുടെ എല്ലാവരും ഓണസദ്യ. ഒരു 9 മണിയാകുമ്പോഴേക്കും തൃക്കാക്കര അമ്പലത്തിലാണ് ഇപ്പോഴത്തെ ഓണസദ്യ എന്നുള്ളത്. ഈ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു ശർക്കര മിനിസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവം ഏതാ? അത് പറഞ്ഞില്ല. എന്തെല്ലാം വിഭവം കൊണ്ട് വിളമ്പിയാലും അതിൽ നിന്നെല്ലാം കുറേശ്ശെ എടുത്ത് കഴിയും. കുറേശ്ശെ എല്ലാം ഇഷ്ടമാണ്, ഒന്നിനെ നമ്മൾ വിടൂല, ഇൻക്ലൂസീവ് ആണ്. നമ്മളിപ്പോ ഒരു രാജീവ് മിനിസ്റ്റർ ഈ കായിക പരിപാടികളിൽ പണ്ട് പങ്കെടുത്തിട്ടുണ്ടോ മിനിസ്റ്റർ? ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഏതായിരുന്നു ഐറ്റം? ഫുട്ബോൾ ഇപ്പോഴും നമ്മുടെ മെസ്സി ഇരിക്കുന്നുണ്ട്. അതെ അല്ല, മിനിസ്റ്റർക്ക് ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ, നമുക്ക് തന്നെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. മെസ്സി വരും. ഓണത്തെ കുറിച്ച് പാട്ട്, ഭക്ഷണം. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മിനിസ്റ്റർ കാര്യം വാർക്കാൻ അറിയാം. ഉപ്പേരി ശർക്കര വരട്ടി മിനിസ്റ്റർക്ക് അറിയത്തില്ല. പാവ് ഉണ്ടാക്കി തന്നാൽ ശർക്കര വരട്ടി ഉണ്ടാക്കാം. പാവ് ഉണ്ടാക്കിയാൽ പറ്റും അല്ലേ? ഉണ്ടാക്കി തന്നെ നമ്മൾ ശർക്കര പാവാക്കി എടുക്കണം, കുറച്ച് പണിയുണ്ട്. കുറച്ച് പണിയുണ്ടാവും അല്ലേ? ടീച്ചർക്ക് പറ്റുമായിരിക്കും, ടീച്ചർ പ്രയോഗത്തിന്റെ ആളാണ്. സിദ്ധാന്തവും നമ്മൾ ഈ ഞാൻ പറഞ്ഞത് അലോഷിയുള്ളതുകൊണ്ട് പൂക്കളാണല്ലോ ഓണത്തിന്റെ ഏറ്റവും ആകർഷകമായ കാര്യം. അലോഷിയുടെയും പ്രിയപ്പെട്ട പാട്ടും 100 പൂക്കളാണ്. അപ്പൊ 100 പൂക്കൾ ഇങ്ങനെ 100 പൂക്കളാണ്. അപ്പം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കലാമത്സരം പോലെ കായിക പരിപാടികൾ ഇപ്പൊ മിനിസ്റ്റർക്ക് ഫുട്ബോൾ ഇഷ്ടമായിരുന്നു, അതേപോലെ ഓണത്തിന് ഓർമ്മയിൽ നിൽക്കുന്ന കളികൾ വല്ലതും ഉണ്ടോ? വോളിബോൾ ഉണ്ടല്ലോ ഇവിടെ നാട്ടില്. ഓക്കെ, അപ്പൊ നമുക്ക് 100 പൂക്കളെ മിനിസ്റ്റർക്ക് വേണ്ടി നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കും. 100 പൂക്കളേ 100 പൂക്കളേ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളേ. 100 പൂക്കളേ 100 പൂക്കളേ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളേ. 100 പൂക്കളേ 100 പൂക്കളേ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളേ. നിന്റെ നാട്ടിലായി നവംബർ 7 ഇന്നലെ ഉദിച്ച രക്ത താരമേ, ഉദയരാഗ പുഷ്പമേ. നിന്റെ നാട്ടിലായി നവംബർ 7 ഇന്നലെ ഉദിച്ച രക്ത താരമേ, ഉദയരാഗ പുഷ്പമേ.
ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല ഇസ്ലാമിൻ മക്കളല്ല ഇന്ത്യ എന്നൊരമ്മ പെറ്റ മക്കളല്ലോ നമ്മൾ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ നൂറു പൂക്കളെ നൂറു നൂറു പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക എത്ര രസമുള്ള കാര്യമാണല്ലേ. അതിനിടയ്ക്ക് കുറച്ച് പാട്ടും കൂടിയാണെങ്കിലോ. ഓണം എന്ന് പറയുമ്പോൾ വീട്ടിൽ എല്ലാവരും ആഘോഷം ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ അമ്മമാരുണ്ടാവണം എന്നുള്ളതാണ്. അച്ഛന്മാരും അമ്മമാരും അമ്മാവന്മാരും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരേ സമയം മന്ത്രി ജോലി, ഒരേ സമയം സംഘാടക ജോലി, അതേസമയം വീട്ടിലെ ജോലി, ഇതെല്ലാം കൂടി ചെയ്യേണ്ടി വരുന്ന ഈ കൂട്ടത്തിൽ ഒരാളെ മാത്രമേ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളൂ. അത് ബിന്ദു മിനിസ്റ്ററാണ്. ബിന്ദു മിനിസ്റ്ററെ, ഇതെല്ലാം കൂടി ഇങ്ങനെ ചുമലിൽ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? അത് സ്വാഭാവികമാണല്ലോ. എല്ലാവർക്കും ഉള്ളതാണ് പല പല ഉത്തരവാദിത്തങ്ങൾ ഒരേ സമയം നിർവഹിക്കുക എന്നുള്ളത്. അതിനൊരു പ്രത്യേക മാനേജ്മെന്റ് വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഇപ്പോൾ രാജു മിനിസ്റ്റർ പറഞ്ഞ പോലെ ഭക്ഷണത്തിലെ സൈദ്ധാന്തിക തലം മിനിസ്റ്റർ വിശദീകരിച്ചു. അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളത് ഏത്? ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ താല്പര്യമുള്ളത്? ഞാൻ സാമ്പാറാണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാറുള്ളത്. സാമ്പാർ? അതെ. ആണ്. ഞങ്ങൾ ഡൽഹിയിലുള്ളപ്പോ നല്ല മീൻകറി അല്ലെങ്കിൽ മട്ടണൊക്കെ കിട്ടണമെങ്കിൽ വിജയരാഗം വയ്ക്കണം. അതാണ് ഞങ്ങൾ നല്ല രുചിയോടുകൂടി. നല്ല കുക്കാണ്. നോൺ വെജ് നന്നായി പാചകം ചെയ്യും. രാജീവ് മിനിസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ വെറുതെ അർത്ഥം ഇല്ലാത്ത ഉള്ള സമയത്ത് നല്ല ഭക്ഷണം കിട്ടുന്ന രാജീവ് പറഞ്ഞതിൽ വേറെ അർത്ഥം ഉണ്ടോന്നാണ് അബ്ദുൾ റഹ്മാൻ. ഉണ്ടാവില്ല. ഞങ്ങളുടെ ടീച്ചർ നന്നായി ഭക്ഷണം വയ്ക്കും. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കൂട്ടുകുടുംബങ്ങളിലെ ജീവിതമാണ്. ഒരുപാട് ആൾക്കാർ വീട്ടിൽ തന്നെ ഉണ്ടാവും. മുത്തച്ഛൻ, അമ്മുമ്മ, അമ്മാവന്മാർ, അമ്മായിമാർ, അവരുടെ കുട്ടികൾ, അയൽവക്കത്തെ കുട്ടികൾ എല്ലാവരും ചേർന്നിട്ടാണ് കുട്ടിക്കാലത്തെ ആ ഓർമ്മയിൽ ഓണം നന്നായിട്ട് പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. ഒരുപാട് ദൂരം നടന്നു പോയിട്ട് പൂക്കളൊക്കെ പറിക്കുകയൊക്കെ ചെയ്യുക. അത് ടീച്ചർ പറഞ്ഞ ശരിയാ. ഞങ്ങളൊക്കെ പണ്ട് ഓണം വരുന്നു എന്ന് കേട്ടാൽ ഒരു പാത്രം ഉണ്ടാക്കും, ഓല കൊണ്ട്. പൂവട്ടിയും പിടിച്ച് ഒരുപാട് ദൂരം നടന്ന് ആദ്യത്തെ പണി അതാണ്. ഓല കൊണ്ട് മെടഞ്ഞെടുത്ത പാത്രങ്ങൾ. അത് കഴിഞ്ഞിട്ട് മുറ്റത്ത് ഒരു കളം വരക്കും. അവിടെ ഒരു എന്താ പറയുക, ഒരു തറ പോലെ എന്നൊക്കെയാ പറയാ. പൂത്തറ പോലെ ഉണ്ടാക്കുക. അതാ രണ്ടാമത്തെ പണി. മൂന്നാമത്തെ പണി പൂ ശേഖരിക്കലാണ്. വയലുകളിലാണ് അന്ന് നല്ല പൂക്കൾ ഉണ്ടായിരുന്നത്. വയലിലെ നെൽച്ചെടിക്കടിയിൽ എന്താണ് കാക്കാപ്പൂ എന്നൊരു പൂവുണ്ട്. കാക്കാപ്പൂ. ഇവിടെ അതെന്താ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ അളിയൻ കാക്ക, അതിലൊരു ചെറിയൊരു വരാണ്. പിന്നെ തുമ്പപ്പൂ, നേരത്തെ പറഞ്ഞല്ലോ, മുള്ളൻ പൂ. ഇതാണ് തുടക്കം. ഇതിൽ ശേഖരിക്കുന്നതിനൊരു വാശിയുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ പൂ ശേഖരിച്ചിട്ട് വരികയെന്ന്. ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ ഒരു നിധി കിട്ടുന്നത് പോലെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ നമ്മുടെ കേരളത്തിന്റെ പല മേഖലകളിൽ വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തതയിൽ മലബാറിൽ സാധാരണയിൽ വരുമാനം കുറഞ്ഞ ജനവിഭാഗങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവര് ഓണത്തിനും വിഷുവിനും എന്നൊരു പ്രയോഗമുണ്ട് അവിടെ. ഓണത്തിന് ഒരു പുതിയ ഡ്രസ്സ് കിട്ടും, നല്ല ഭക്ഷണം കിട്ടും. വിഷുവിനും അതേപോലെ തന്നെ നല്ല ഡ്രസ്സ് കിട്ടും. അതിനേക്കാൾ ഇല്ലായ്മയുടെ ഇതിൽ നിന്നും വറുതിയിൽ നിന്നും അത് അറുത്ത് മാറ്റി സമൃദ്ധിയിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ തുടക്കം നോക്കി ഇപ്പം നമ്മൾ വളരെ സാഹിത്യ ഭാഷയിൽ പറയുന്നുണ്ടല്ലോ. ആ ഭാഷ അതിന് യോജിച്ചാണ്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ പിന്നെ വലിയൊരു സന്തോഷം എന്താ അറിയുക, ഒരു സ്വാതന്ത്ര്യം, സിനിമക്ക് പോവാ. ഞാൻ ടീച്ചറുടെ ഒരു കാര്യം കൂടി ചോദിച്ചു. ടീച്ചർ, ഈ ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ വിട്ടു. അപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോൾ മനസ്സിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ചിത്രം ഉണ്ടാവില്ല, അതെന്തായിരിക്കും? അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് പൂവട്ടിയൊക്കെ ആയിട്ട് പൂ പറിക്കാൻ പോകുന്ന ആ രംഗങ്ങളാണ്. അത് വളരെ മധുരമുള്ള ഓർമ്മകളാണ് എന്നെ സംബന്ധിച്ച്. അപ്പം എനിക്ക് വളരെ സന്തോഷമാണ് കുട്ടിയായിരിക്കുമ്പോൾ ഈ ഓണക്കാലം വരുമ്പോൾ. അപ്പം എൻ്റെ മുത്തച്ഛൻ അതെ മധുരിക്കും ഓർമ്മകളെ എന്നുള്ള പാട്ട് പാടാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുന്നത്. അപ്പം മുത്തച്ഛൻ പറയും എല്ലാ ദിവസവും ഓണമാണെന്നാണ് ഈ കുട്ടിയുടെ വിചാരം എന്ന് പറയാറുണ്ട്. അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, ഇപ്പം മനസ്സിലാവുന്നുണ്ട്. എല്ലാ ദിവസവും ഓണമല്ല, എല്ലാ ദിവസവും ഈ സന്തോഷം ഉണ്ടാവില്ല എന്നാണ് ആ പറഞ്ഞു വെച്ചത് എന്നുള്ളത്.
കുടുംബഭാരമൊക്കെ വന്നപ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മധുരയ്ക്ക് ഓർമ്മകളെയാണോ ടീച്ചർ സജസ്റ്റ് ചെയ്യുന്ന പാട്ട്? അതെ അതെ, അതെ, അത് അലോഷി പാടും. അലോഷി പാടും മധുരയ്ക്ക് ഓർമ്മകളെ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, മലർമഞ്ചൽ തോളിലേറ്റി പോവുകില്ലേ. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഞങ്ങളെല്ലാവരെയും മാഞ്ചൂട്ടിലേക്ക് കൊണ്ടുപോകുക. കേരളവർമ്മയിലെ മാഞ്ചോട്ടിലാണോ അതോ വിമല സെന്റ് ജോസഫ്സിലെ മാഞ്ചോട്ടിലാണോ? അഞ്ചുകൂടൊക്കെ ഇവിടെ അടുത്തുള്ള മാഞ്ചൂട്ടിലേക്ക് പോവാം. ഇവിടെ അടുത്തെവിടെയൊക്കെ മാഞ്ചൂട്ടിലുണ്ടെങ്കിൽ അവിടെ പോവാം. കലോത്സവത്തിന് പോയപ്പോഴത്തെ മാഞ്ചുവട്ടിലാണോ? യൂണിവേഴ്സിറ്റി ഇലക്ഷന് പോയപ്പോ മാഞ്ചോട്ടിലാണോ? അപ്പം ഒരു കാര്യം കൂടി, നമ്മുടെ രായ മിനിസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് പാട്ടുകളിലേക്ക് പോകാം. രായ മിനിസ്റ്ററെ, ഇതൊരു ഭൂപ്രശ്നമാണല്ലോ യഥാർത്ഥത്തിൽ മഹാബലിയും വാമനനും തമ്മിലുള്ളത്. താങ്കളായിരുന്നു അന്ന് അഡ്ജുഡിക്കേറ്ററെങ്കിൽ എന്ത് നിലപാടെടുക്കും? അത് വലിയ പ്രയാസല്ലേ. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഇപ്പോ നമ്മുടെ ശശിയേട്ടനും ടീച്ചറും പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമുക്ക് പണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടിക്കടച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നും വേലി മതിലുണ്ടായിരുന്നില്ല. പൂ പറിക്കാൻ നടന്നു തുടങ്ങിയാൽ ഏത് തൊടിയാണ് ഏത് വീടാണെന്ന് അറിയണമെങ്കിൽ ചിഹ്നങ്ങൾ വേണം. ഇപ്പോ എല്ലായിടത്തും മതിലും വേലിയും വരികയല്ലേ. എല്ലാവരും ഭൂമി തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലല്ലേ. അത് മാറ്റിയെടുക്കാനുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള തരത്തിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഓണമാകുമ്പോൾ എല്ലാവർക്കും ഭൂമി എന്നുള്ള സർക്കാരിൻ്റെ ഒരു സങ്കല്പം ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഭൂമിയിൽ ഉള്ള അവകാശങ്ങൾ ലിമിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് അത് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് അവകാശം വരാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ഭേദഗതികളോടെ ഓണത്തിന് ജനങ്ങളെ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഓണത്തിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഈ ഓണത്തിൻ്റെ പ്രത്യേകത 64 വർഷത്തിന് ശേഷം ഭൂപതിവിൻ്റെ ചട്ടം മാറി നമ്മൾ പോകാൻ പോകുന്നൊരു ഓണമായിരിക്കും. അപ്പോൾ പഴയതുപോലെ വാമനന് ചവിട്ടിയാൽ തീരാവുന്നതാവില്ല കേരളത്തിലെ ഭൂമി. കേരളത്തിലെ ഭൂമി അർഹരായവരുടെ കയ്യിൽ തന്നെ എല്ലാ അവകാശങ്ങളോടും കൂടി ഈ ഗവൺമെന്റ് കൊടുത്തിട്ടാണ് ഇത്തവണത്തെ ഓണത്തെ ഞങ്ങളുടെ സന്തോഷപൂർവ്വം കോൺഫിഡന്റ് ആയിട്ടാണ് ഇത്തവണ വളരെ ഉറപ്പായിട്ടും നല്ല ധൈര്യത്തിൽ നമ്മൾ ഈ ഓണത്തിന്റെ അനുഭവങ്ങളിലേക്ക് വന്നാലേ ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. പല ആളുകളും പല താല്പര്യമാണ് പറഞ്ഞത്. സാമ്പാറിന്റെ കാര്യം പറഞ്ഞു. പ്രൈം മിനിസ്റ്ററോട് ഭക്ഷണം വെക്കാൻ ആവശ്യപ്പെട്ടാൽ ഏതായിരിക്കും കണ്ണടച്ചു വയ്ക്കുക? കണ്ണടച്ചു വയ്ക്കുക പായസമായിരിക്കും. എളുപ്പം വയ്ക്കാൻ പറ്റും. പായസമായിരിക്കും. ഏത് പായസമായിരിക്കും? സേമിയ പായസമായിരിക്കും. ഞാനതാ പറഞ്ഞത്, സേമിയ പായസമായിരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെ പാക്കറ്റ് മൊത്തം വാങ്ങിയാൻ കിട്ടും. സേമിയ പായസം അതുകൊണ്ടല്ല, സേമിയ പായസമായിരിക്കും. ഞാൻ വീട്ടിൽ വെക്കാറുണ്ട്. കോൺഫിഡന്റ് ആയിട്ട് വെക്കുന്നത്, ധൈര്യമായിട്ട് വെക്കും. അല്ലേ? അതിനേക്കാൾ നന്നായിട്ട് ഈ സൈച്ചേട്ടൻ വെക്കും. ഇവിടെ നല്ല പാചകക്കാരൻ മിക്കവാറും എല്ലാ ഭക്ഷണവും കൈകാര്യം ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നല്ലൊരു കാറ്ററിംഗ് കാറ്ററിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. ആണോ? സ്വന്തമായിട്ട് അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നു മിനിസ്റ്ററെ? കേറ്ററിംഗ് സംവിധാനം നമ്മൾ അത് കേട്ടിട്ടില്ലല്ലോ. നല്ല സംവിധാനം ആയതുകൊണ്ട് ഇപ്പൊ പോയി ബ്രാൻഡ് പൊളിഞ്ഞു പോകും. അപ്പോൾ ഓണത്തിന് തിരക്കാണ്. മന്ത്രിമാർ ഇടയ്ക്ക് അവർക്ക് വീണ് കിട്ടുന്ന ഇടവേളയിൽ ഈ നമുക്കൊപ്പം വന്ന് പോകുന്നതാണ്. വലിയ തിരക്കുള്ള മന്ത്രിമാരാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് മിനിസ്റ്റർമാർ വന്നും പോയും ഇരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് മിനിസ്റ്റർ പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് ആവശ്യം. ശാന്തമായി ഓണം ഭക്ഷണം കഴിഞ്ഞ് സദ്യ എല്ലാം കഴിഞ്ഞിട്ട് ശാന്തമായി ഇരുന്ന് കേൾക്കാവുന്നതാണ് ഹിമമഴയിലെന്ന പാട്ട്. അതൊന്ന് കേൾക്കാം. ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടും ഈ മിഴിയിണയിൽ സദാ പ്രണയം
മുത്തശ്ശിയെഴുതുന്നിതാ ശിലയായി നിന്നിടാൻ നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കണ്ണിൽ ചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവില്ലിൻ നീഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാനിടാതെ ചേർന്നിരുന്നു നീ എന്നോമലേ. കാണാൻ പറ്റും ഓണം ഉണ്ണണമെന്നാണ്. ആ. ഓണക്കോടി കൊടുക്കുന്ന പരിപാടിയാണ്. പാവങ്ങളായിരുന്നാലും മുതായിരുന്നാലും അതായത് ഓണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആദ്യം വരുന്നത് തുണിയാ. ഓണക്കോടി. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആ. രണ്ടുപേര് ഞാൻ വെളിയിൽ പോയി തീർച്ചയായിട്ടും മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ നമ്മൾ അതല്ല ഞാൻ നാലുപേര് പാട് ആ. നാലുപേര് പാട് എന്നെ ഈടെ പാടി കേൾപ്പിച്ചു. ആ അതിമനോഹരമായ പാട്ട്. ആണോ? ഏത് പാട്ട്? റിഹേഴ്സലൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ഒന്ന് അതിമനോഹരം അറിയോ? ഇനി വരുന്ന പാട്ടുകൾക്കും നേരത്തെ പാടിയ പാട്ടുകൾക്കും നോക്കുകൊള്ളാതിരിക്കാൻ പറ്റുന്ന നിലയിലാണ് എൻ്റെ പാട്ട്. നോക്കുകൊള്ളാൻ മനസ്സിലായില്ലേ? കണ്ണുകൊണ്ടായിരിക്കും. അതാണ്. കണ്ണുകൊള്ളാതിരിക്കാൻ ഞങ്ങളാരും കണ്ണുകൊള്ളാതിരിക്കാന്ന് പറഞ്ഞത്. കേരളം മൊത്തം മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ രണ്ടുപേരാ. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഒച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി മിഴിനീട്ടുമ്പോൾ താരാട്ടിനനുയാത്ര നിദ്രതൻ മിഴികളിൽ താമരമുകുളങ്ങൾ വിരിയും വരെ. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ. അതിഗംഭീരായിട്ട് ആ, ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ വിചാരിച്ചു സ്ഥിരം മിനിസ്റ്ററുടെ ഒരു സ്ഥിരം ഒരു ക്ലാസിക് ആയിട്ടുണ്ട്. ഞെട്ടിപ്പോകാൻ പാടില്ല. ഞെട്ടിപ്പോയാ മോശം. ക്ലാസിക് ആയിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഞെട്ടിച്ചുള്ളൂ നമ്മളെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര പാട്ട് തന്നെയാണ്. എന്നെ ഈടെ പാടി കേൾപ്പിച്ചു. യഥാർത്ഥ പാട്ടുകാരൻ അദ്ദേഹം. സ്ഥിരം കടന്നപ്പള്ളി രാമേന്ദ്രൻ മിനിസ്റ്റർ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു പാട്ട് അറിയാതെ വരുന്നൊരു പാട്ടുണ്ട്. ഞാനത് പ്രതീക്ഷിച്ചു. ആ സ്വപ്നത്തിൽ കാണുന്ന കാമുകിയുണ്ട്. ആ, ഇപ്പോഴും ഒന്നിച്ച് അവർ പാട്ട് പാടി അങ്ങനെയുണ്ടോ? അതാരാ ഉദ്ദേശിച്ചത്? അത് സരസ്വതി. കുഴപ്പം പിടിക്കണ്ടെന്ന് കരുതി ഇവിടെ ഈ മന്ത്രിസഭയിലെ എല്ലാ മിനിസ്റ്റർമാരെയും മാധ്യമങ്ങൾ പരമാവധി ഉപദ്രവിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചും വിഷമിച്ചിട്ടും അവരൊക്കെ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കുറച്ച് മാധ്യമ പ്രവർത്തകരുടെ ഇരയായിത്തീർന്ന ഒരു മിനിസ്റ്ററാണോ? എന്താണെന്നറിയോ? അതങ്ങനെ അവരൊക്കെ ഒരു ശ്രദ്ധ ക്ഷണിക്കാനും അവർക്ക് പരാമർശം നിർത്താനും കഴിയാവുന്ന
ഒരു വലിപ്പമൊന്നും എനിക്കില്ല. അതുകൊണ്ട് നിരവധി ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട വന്നവർക്ക് എന്നെ നിരുപാധികം വിട്ടില്ല. ഡോക്ടർ അതല്ല ചോദ്യം. ഇന്നും ഈ പാട്ടുകൾ, ഈ പ്രണയഗാനങ്ങൾ പാടുന്ന ഒരു നായികയുണ്ട്, അവരൊന്നിച്ചും പാടും ഈ പാട്ട്. അതറിയണം, കേരളം അറിയാൻ ആഗ്രഹിക്കുന്നു. ആ നായിക എന്റെ ജീവിതത്തിലെ നായികയായിപ്പോ സരസ്വതി സരസ്വതി ജീവിത നായികയാണ്, പറഞ്ഞു കഴിഞ്ഞു. പാടും, നന്നായിട്ട് പാടും. അല്ലെങ്കിൽ നന്നായി പാടും, രണ്ടുപേരും പാടും. അപ്പം മിനിസ്റ്റർ വീട്ടിൽ എങ്ങനെയാ ഭക്ഷണമൊക്കെ? നമ്മൾ ഈ സദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ് പൊതുവെ? ഇപ്പൊ ഞാൻ കുറച്ചു കാലമായിട്ട് ചോറ് കഴിക്കാറില്ല. അതിന് പകരം ഇഡ്ഡലി, ദോശ, പിട്ട് പയറാണ് പ്രധാനപ്പെട്ടത്. മനോരമ മാസികയിൽ വന്നിരിക്കുന്നു, കടന്നപ്പുഴയിലെ പുട്ടുപറയം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് ചെയ്ത. അപ്പൊ ചോറ് കഴിക്കാറില്ല. പിന്നെ ഇത് ഈ വിഭവങ്ങളിലാണെങ്കിൽ പ്രഥമനാണ് ഇഷ്ടം. പ്രഥമൻ. ഈ എൻ്റെ ഒരു സംശയമുണ്ട്, ഈ വാമനനെ ഒരേപോലെ ചില മനുഷ്യർക്ക് ഇഷ്ടമാണ്, മഹാബലി ഇഷ്ടമാണ്. അതെന്താ കാര്യം? അത് മിനിസ്റ്റർ ഒരു നിലപാട് എന്താ അതിനകത്ത്? ഓരോ ആ രണ്ട് വ്യക്തിത്വങ്ങളും പ്രാപഞ്ചിക ജീവിതത്തിന്റെ പ്രതിസ്പന്ദമാണ്. അപകടകരമല്ലാത്ത വിധം മറുപടി പറഞ്ഞു. എടുക്കുമ്പോഴേക്ക് ട്രോള് കഴിഞ്ഞു പോകും. മനസ്സിലാവൂലല്ലോ. ഗോവിന്ദ മാഷിന്റെ ആദ്യത്തെ ചില പത്രസമ്മേളനങ്ങളുണ്ടായിരുന്നു, കുറച്ചേരം ആലോചിച്ചിട്ടേ മറുപടി പറയത്തുള്ളൂ. മാഷ് സൈദ്ധാന്തികമായിട്ട് അതിനെ വിശകലനം ചെയ്ത്. അരുൺജി, ചില ഘട്ടങ്ങളിൽ ആർക്കും മനസ്സിലാവാത്ത ഉത്തരം പറയണമെങ്കിൽ നമ്മളെ മുന്നണിയിൽ ഇന്ത്യയെ കൊണ്ടാ പറയുക. ശരിയാ. ചില പ്രസ് മീറ്റുകൾക്ക് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞാൽ തീരുമല്ലോ. ആർക്കും പിടുത്തം കിട്ടാൻ പാടില്ല. അതെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്തോന്നും കൂടി ഒന്ന് പറഞ്ഞാൽ മതി. വ്യക്തമല്ലത്. ആർക്കും പിടുത്തം കൊടുക്കൂല. കേരളത്തിൽ ഒരു ട്രെയിൻ, അല്ല 2 ട്രെയിൻ മേടിക്കാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത്രമാത്രം റെയിൽവേ സ്നേഹിച്ച ഒരാൾ കേരളത്തിൽ കടന്നപ്പള്ളിയുള്ളൂ. അതെന്ന് വെച്ചാൽ വൈകിട്ട് ഇവിടുന്ന് കയറി കണ്ണൂർ ഇറങ്ങും, പകൽ അവിടെ ജോലി ചെയ്യും, രാത്രി അവിടെ ഇങ്ങോട്ട് കയറും. എല്ലാ ദിവസവും കണ്ണൂർ ട്രെയിനിൽ പോകുന്നു. ഈ പ്രായത്തിനിടയിൽ അല്ലെങ്കിൽ ഇത്രയും അല്ലെങ്കിൽ കേരളത്തിലുള്ളതിൽ ട്രെയിനിൽ രാത്രി ഉറങ്ങിയ ഒരാളാരാണെന്ന് ചോദിച്ചു. റെയിൽവേയുടെ പട്ടയ നടപടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു കടന്നപ്പള്ളി സാർ യാത്ര ചെയ്തതിന്റെ കൂലി മൊത്തം കൂടെ കൂട്ടിയാൽ ഇന്ത്യൻ റെയിൽവേ 2 ട്രെയിൻ മേടിക്കാനുള്ള. അതാണ് 1971 മുതൽ ട്രെയിനിൽ ഫ്രീ ആയി സഞ്ചരിക്കുകയാണ് ഒരാൾ. അതിന്റെ റേറ്റ് ഒന്ന് കൂട്ടി അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് ഒരു വർഷം. അതാണ് ഞാൻ പറഞ്ഞത്, 2 ട്രെയിൻ മേടിക്കാനുള്ള ഗവൺമെന്റ് യാത്ര പൈസ വന്ന് കടന്നപ്പള്ളി മിനിസ്റ്റർക്ക് വീട്ടിൽ കിടന്ന ഉറക്കം വരില്ല. ഇല്ല, നമ്മൾ ഏത് രാത്രി കണ്ണൂരിൽ നിന്ന് കയറിയാലും അല്ലെ മലബാറിൽ നിന്ന് കയറിയാലും ആ ട്രെയിൻ ഏതെങ്കിലും ഒരു ട്രെയിനകത്തും ഞാൻ പോയിട്ട് വന്നുള്ള എല്ലാ സന്ദർഭത്തിലും. പിന്നെ നിങ്ങൾ ട്രെയിൻ സമയം ചോദിച്ചോ? രസം എന്താന്ന് ചോദിച്ചാൽ രാവിലെ ഒരു മിനിറ്റ്, രാവിലെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ചുറ്റുവട്ടം എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ മലബാറിന് അങ്ങോട്ട് പോകും. പിറ്റേ ദിവസം വെളുപ്പിനടച്ചിട്ട് അവിടുത്തെ ചുറ്റുവട്ടം കഴിഞ്ഞ് വൈകിട്ട് മലബാറിന് ഇങ്ങോട്ട് പോകും. അല്ല, ചെറിയ തിരുത്തുണ്ട്. എറണാകുളത്ത് ഇറങ്ങി എന്നിട്ട് പിറ്റത്തെ ട്രെയിനെ അവിടുന്ന് പോകുള്ളൂ. ഞാൻ കണ്ണൂർ വെച്ച് ഞങ്ങൾ 2 ഒരേ മന്ത്രിസഭയിലെ മന്ത്രിമാരാണല്ലോ. ഈ ചേട്ടന്റെ പാർലമെന്ററി പാർട്ടി ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സൗജന്യ യാത്ര തുടങ്ങി ട്രെയിനിൽ. അത്രയൊരു ദീർഘമായ കാലത്ത് 971 രാത്രി ഉറങ്ങുന്നതിന് ഇരിക്കുന്ന കാലത്ത് ഈ രാത്രി ഉറങ്ങുന്നതിന് ശബ്ദമില്ലാതെ ഇപ്പൊ പറ്റൂ? അത് ട്രെയിനിന്റെ ശബ്ദം വേണം. മ്യൂസിക് വേണ്ടി വരും, മ്യൂസിക് താരാട്ടായിട്ട് CD കേട്ടിട്ടുണ്ട്. എവിടെ ഇതുണ്ടല്ലോ ആ ശബ്ദഘോഷങ്ങള്, അതിന്റെ അനക്കവും രാത്രിയിൽ ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ സന്തോഷമാണ് ഓണം. അതെ അതെ, ഈ സന്തോഷം ഇതൊക്കെ ആൾക്കാരെ അറിയട്ടെ. കൊച്ചു നമ്മുടെയൊക്കെ ഉള്ളിലൊക്കെ ഒരു ചെറുപ്പക്കാർ സാംസ്കാരിക വകുപ്പ് പാട്ട് പാടിയില്ല. അതെ, മിഴിയോരം എന്ന് പറഞ്ഞ പാട്ട് മിനിസ്റ്റർ വലിയ ഗായകനാണ്, ഭാര്യയും ഗായികയാണ്. മിനിസ്റ്റർ പാടും, മിനിസ്റ്റർ പാടുന്നത് ഞങ്ങൾക്ക് അറിയാം. മിഴിയോരം പാടാൻ പറ്റിയ ഞാനിവിടെ കൂടെ പാടാം. ആണോ? മിഴിയോർ ഇവിടെ പാടും, നിത്യം കൂടെ പാടും. ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം, ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം, എങ്ങോ പൊഴിയും നേരം എന്തേ
കൊച്ചു കൊച്ചു വലിയ വർത്തമാനങ്ങളുമായി ക്യാബിനറ്റ് ഓണം തുടരും. ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും